ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പ് ഫിൽറ്ററാണ്. ഇതൊരു മൾട്ടി സെക്ഷൻ ബയോ ടോപ്പ് ഫിൽറ്ററാണ്. അപ്പം കറൻ്റ്ലി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയാലും വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ഫിൽറ്ററാണെന്ന് പറയാം. കാരണം ഇതിൽ ബയോമീഡിയസ് എല്ലാം ഇൻബിൽഡായിട്ടുണ്ടാവും, നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഒരു വളരെ ഡീസൻറ്റ് പാക്കിംഗ് ആണ്, നല്ല പ്രൊട്ടക്ഷനോടെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്, ലൈക്ക് തഴവണ പൊട്ടാത്ത രീതിയിൽ. സോ ഇതാണ് അതിൻ്റെ മെയിൻ നമ്മൾ ടോപ്പ് ഫിൽറ്ററായിട്ട് വെക്കുന്ന സ്റ്റാൻഡ്. സോ അതിൻ്റെ കൂടെ ആ ചെറിയ ബോക്സിൽ നമുക്ക് എത്താൻ നോക്കാം. സോ അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഇതിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 3 മീഡിയാസാണ്. ആൻഡ് ഇതാണ് ലൈക്ക് മോട്ടറിന് കണക്ട് ചെയ്യുന്ന പൈപ്പ്. നമുക്ക് അതിൻ്റെ കവറൊന്ന് പൊളിച്ച് നോക്കാം. സോ ഇതിൽ വരുന്നത് ടോട്ടൽ 5 സെക്ഷൻസാണ്. അതിൽ 2 സെക്ഷൻ നമുക്ക് എന്തായാലും സ്പോഞ്ച് ഫിൽറ്റർ ആയിരിക്കും. ആൻഡ് ബാക്കിയുള്ള 3 സെക്ഷനിലാണ് നമ്മൾ ലൈക്ക് മീഡിയാസ് ആഡ് ചെയ്യുന്നത്. അപ്പം ഓരോന്നിനും ഓരോ മീഡിയാസ് ഉണ്ട്, ലൈക്ക് ഓരോ ഡിഫറെൻറ്റ് സെറാമിക് റിങ്സ്, സെറാമിക് ബോൾസ്, ബയോ ബോൾസ്. അപ്പോൾ ഇത്രയും മീഡിയാസാണ് നമുക്ക് വരുന്നത്. ഈ പൈപ്പിൻ്റെ സെൻറ്റിമീറ്റർ അറൗണ്ട് 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മളിതിപ്പം ലൈക്ക് അതിനുള്ളിലുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. സോ അതിൽ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്നത് സെറാമിക് റിങ്സ് ആണ്. അതിനൊപ്പം മോട്ടർ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ. ഇതൊരു 6 വാട്ടിൻ്റെ മോട്ടറാണ്. അറൗണ്ട് 500 ലിറ്റർ പെർ ഹവർ സർക്കുലേറ്റ് ചെയ്യും. ഇത് ബയോ ബോൾസ് ആണ്. ലൈക്ക് മറ്റേത് സെറാമിക് റിങ്സ്, ഇത് സെറാമിക് ബോൾസ്, ഇതാണ് ബയോ ബോൾസ്. ആൻഡ് ഇത്രയും സംഭവമാണ് നമുക്കുള്ളത്. ഒരു ബയോ ബോൾസ് ഉണ്ടാവും, ഒരു പാക്കറ്റ് സെറാമിക് റിങ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ സെറാമിക് ബോൾസും ഉണ്ടാവും. സോ ഇത്രയും ആണ് ലൈക്ക് ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം മെയിൻലി അല്ലാണ്ട് കിട്ടുന്ന ടോപ്പിലിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നും വാങ്ങാൻ, ലൈക്ക് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങണമായിരുന്നു. പക്ഷേ ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, എന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം. സോ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ അവർ കാണിച്ചിരുന്ന ഫോട്ടോ കാണിച്ചിരുന്ന രീതിയിൽ തന്നെ ഓരോ ഫിൽറ്റേഴ്സ് നമ്മളത് അതിൻ്റെതായ പൊസിഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു ചക്രമുണ്ട്, ലൈക്ക് ഇത് വെള്ളം കറക്കി ലൈക്ക് അവസാനം വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസും ഉണ്ടെങ്കിൽ അത് ആ വീലിൽ കൂടെ ഇതായിപ്പോവും. സോ ഇതിന് 2 സെക്ഷൻ ഉണ്ട്. നമുക്കൊന്ന് വേണം ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ലൈക്ക് ഫിഷിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ സക്കിയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ മീഡിയാസും നല്ലോണം വാഷ് ചെയ്യണം, ലൈക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യരുത്. കാരണം അതിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. സോ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളത് ഓരോ സെക്ഷനിൽ ആഡ് ചെയ്യുക. സെറാമിക് റിങ്സും സെറാമിക് ബോൾസും അതുപോലെ ബയോ ബോൾസും. എന്നിട്ട് വേണം നമ്മൾ അവസാനം ഫിറ്റ് ചെയ്യാൻ. ഗൈസ്, അപ്പം ആദ്യം തരുന്ന സെക്ഷൻ കപ്പിനായിരിക്കും സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമ്മൾ സെപ്പറേറ്റ് പിടിപ്പിക്കുന്നതിൽ ആ ഓപ്ഷൻ ഉണ്ടാവില്ല. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ റിസൾട്ട്. നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിന് ഫ്ലോയെ കാണാൻ എത്രത്തോളം പവറിലാണ് വെള്ളം കയറി പോകുന്നതെന്നും അതേപോലെ ഇറങ്ങി വരുന്നതെന്നും. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്തതിന് ഓവറോൾ ലുക്ക്. അപ്പോൾ ഗൈസ്, ഇതിനൊരു ക്യാപ്പും കൂടി വരുന്നുണ്ട്. സോ അതോടെ വെച്ചാൽ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ക്യാപ്പ് വെക്കാം. സോ ഇതാണ് അതിൻ്റെ ക്യാപ്പ്. സോ ഇതോടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. സോ ഇത് ഏതൊക്കെ ടാങ്കിന് പറ്റുമെന്ന് വെച്ചാൽ 6mm തൊട്ട് 12mm വരെയുള്ള എല്ലാ ടാങ്കിനും നമുക്ക് സെറ്റ് ചെയ്യാം. സോ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയുന്നതായിരിക്കും എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. Thank you so much guys. Bye bye. See you.